എന്നും തന്നെ വരുന്നുണ്ട്. എന്നും ഈ ഞങ്ങളുടെ ഫെൻസിങ് ഉണ്ട്. ആ ഫെൻസിങ്ങിനകത്തേക്ക് ഒന്നെല്ലാം മരം മറിച്ചിടുക, അല്ലെങ്കിൽ പോസ്റ്റ് ചവിട്ടി മറിക്കുക. ഇതിങ്ങനെ നിരന്തര ശല്യമായി മാറിയത് എന്നും വരുന്നുണ്ട്. ഓരോ ആന അല്ലെങ്കിൽ വേറെ ആനകൾ ഇങ്ങനെ എന്നും വരുന്നുണ്ട്. ഒരു കൃഷി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അഥവാ നശിപ്പിച്ച് നമ്മൾ ഗവൺമെന്റിന് ഒരു ആനുകൂല്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊട്ട് കിട്ടാറുമില്ല, ഒന്നും കിട്ടാറില്ല. നിരന്തരം എന്നുമില്ല. ഇത് നന്നാക്കലും തന്നെയാണ് എന്നും പണിയുള്ളൂ. ഒരു കൃഷി ഇഷ്ടം പോലെ പോസ്റ്റ് ആ കിടക്കുന്ന പോസ്റ്റുകളെല്ലാം മുറിച്ച് വെൽഡ് ചെയ്ത് വീണ്ടും നമ്മൾ ചെയ്യുവാണ്. അത്രയും ചെയ്ത് മടുത്തു. കൃഷി തന്നെ വേണ്ടെന്ന് വെക്കേണ്ട ഒരു മിക്ക ദിവസം തന്നെ. തൊട്ടപ്പുറം പുഴയാണല്ലോ കിടക്കുന്നത്. കുറുവാദ്വീപിന്ന് പുഴ അതിലും കയറി വരുന്നത്. ഇതിലേം വരുന്നുണ്ട്. ഇതെല്ലാം കയറി കഴിഞ്ഞാൽ വേറെ എങ്ങും പോകുന്നില്ല. ഈ ചുറ്റുവട്ടത്തോടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെള്ളമുണ്ട്, തീറ്റയുണ്ട്. പിന്നെ അത് മാത്രമല്ലാണ്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ, സന്ധ്യ ആയി കഴിഞ്ഞാൽ, ഒരു 7 മണി ആയി കഴിഞ്ഞാൽ മരം മറിച്ചിടുക, അല്ലെങ്കിൽ പോസ്റ്റ് ചവിട്ടി മറിക്കുക. എന്നിട്ട് പറമ്പിലേക്ക് ജനങ്ങളുടെ പറമ്പിലെ തീറ്റ തീറ്റ തന്നെ. വാഴയായിട്ടും പിന്നെ എന്ത് കൃഷി ചെയ്താലും ചവിട്ടിക്കളയുക, തിന്നാൻ വരുന്നൊക്കെ തിന്ന് നശിപ്പിക്കുക. തെങ്ങ് എന്തോ ഒരു തെങ്ങ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ചവിട്ടി മറിച്ച് ഓല തിന്നുക, എന്നിട്ട് അവിടെ ഇട്ട് പോവുക. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ദാസനക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. കാട്ടാനശല്യം അതിരൂക്ഷമായിട്ടുള്ളൊരു പ്രദേശമാണ്. ഫോറസ്റ്റിനോട് ചേർന്നുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഇവിടെ കൂടുതലും ട്രൈബലായിട്ടുള്ള ആൾക്കാരാണ്. എങ്കിലും പുറത്തോട്ടുള്ള മറ്റ് ജനവിഭാഗങ്ങളും ഈ പ്രദേശത്തൊക്കെ ഒത്തിരി ഉണ്ട്. കാട്ടാനശല്യം നല്ല രീതിയിലുള്ള പ്രദേശമാണ്. നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഇന്നലെ, അതായത് ഇന്ന് വെളുപ്പിനായിട്ട് ഒരു കാട്ടാന തെങ്ങ് മറിച്ച് ഇട്ടപ്പോൾ കറണ്ട് കമ്പിയിലേക്ക് വീണ് ഷോക്കേറ്റ് ചെരിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആ ഒരു ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇനി ആ കാട്ടാന കിടക്കുന്ന ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം. കൂടുതലായിട്ടും ഫോറസ്റ്റ് ഏരിയയാണ്. പക്ഷേ ഈ ഒരു പ്രദേശത്തും ഒക്കെ പ്രൈവറ്റായിട്ടുള്ള ആൾക്കാരുടെ പട്ടയ ഭൂമികൾ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഒരു സൈഡിൽ ഫോറസ്റ്റും ജനവാസ മേഖലയായിട്ടുള്ളൊരു പ്രദേശമാണ്. എവിടെയായിട്ടാ കാട്ടാന തെങ്ങ് മറിച്ചിട്ടപ്പോൾ കറണ്ട് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് ചരിഞ്ഞത്. നിരവധി ആളുകൾ ഇത് കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുമുണ്ട്. അതുപോലെയൊക്കെ നമുക്ക് കാണാം. ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. പക്ഷേ ഈ ഫെൻസിങ്ങൊക്കെ വെറുതെയാണ്. ഇതിലൊക്കെ ആനകൾ സുഖമായിട്ട് നാടുകളിലേക്ക് കടക്കുന്നുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനൊരു ഫെൻസിങ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങാനായിട്ട് പാടില്ലല്ലോ. ഈ ഫെൻസിങ്ങൊക്കെ ഭേദിച്ച് അവനതെ ആ ഒരു പ്രദേശം കാണാൻ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. കാണാം. അല്ല, ഈ ഒരു ഫെൻസിങ്ങൊക്കെ ക്രോസ് ചെയ്താണ് ആന ഈ ഒരു വഴിക്ക് പോയിരിക്കുന്നത്. ഇതിലേ പോകുന്നത് അങ്ങോട്ട്. ഈ ഒരു വഴിയാണ് കാട്ടാന കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്.
ഈ ഒരു തെങ്ങ് മറിച്ചിട്ടാണ് ഇവിടെ പോയിരുന്നൊരു കറണ്ട് കമ്പിയാണ് അടിച്ചത്. വലിയ മുഴുപ്പമുള്ള വലിയ കാട്ടാന തന്നെയാണ്. 20 വയസ്സ് പ്രായം എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. കറണ്ട് കമ്പി നമുക്കിവിടെ കാണാം. കേട്ടോ, ഈ ഒരു കറണ്ട് കമ്പി അവിടെ ആ തെങ്ങ് ഒടിച്ചിട്ട സമയത്ത് ആ ഒരു കറണ്ട് കമ്പി ഒടിഞ്ഞ് പൊട്ടിപ്പോയിരുന്നു. ആ കറണ്ട് കമ്പിയിൽ നിന്നാണ് ഇപ്പോൾ ഷോക്കേറ്റിരിക്കുന്നത്. കറണ്ട് കമ്പി സ്വാഭാവികമായിട്ടും ഇവിടെ നിലത്തോടെയാണ് കിടന്നിരുന്നത്. അങ്ങനെയാണ് ആനയ്ക്ക് ഷോക്കേറ്റത്. നമുക്കിതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കാണാം കേട്ടോ. ഈ ഒരു തെങ്ങ് ഒടിച്ചിട്ടപ്പോൾ ആ ഒടിഞ്ഞ് വീണ വീഴ്ചയ്ക്ക് പൊട്ടിപ്പോയ കറണ്ട് കമ്പിയാണ്. ഈ തെങ്ങ് വീണപ്പോഴല്ലേ ചേട്ടാ? അപ്പോൾ കറണ്ട് കമ്പി ഏരിയ പോയിക്കൊണ്ടിരുന്നത്? അല്ല, അവിടെ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്? അടുത്ത പോസ്റ്റ് എവിടെയാണ്? ആ, ഇവിടെ അല്ലേ? അതെ അതെ. നമുക്കവിടെ കാണാം കേട്ടോ കറണ്ട് കമ്പി അവിടെ. ആ കറണ്ട് കമ്പിയിൽ നിന്ന് ഈ തെങ്ങ് മറിഞ്ഞ് വീണപ്പോൾ കമ്പി പൊട്ടി, അതായത് കറണ്ട് കമ്പി പൊട്ടിപ്പോയിരുന്നു. നമുക്കിവിടെയൊക്കെ കറണ്ട് കമ്പി കിടക്കുന്നത് കാണാം. കറണ്ട് കമ്പി പൊട്ടിപ്പോയിരുന്നു. പക്ഷേ ആ സമയത്ത് ആനയ്ക്ക് ഷോക്ക് അടിച്ചിട്ടില്ല. അതിന് ശേഷം തെങ്ങൊക്കെ ഭക്ഷിച്ചതിന് ശേഷം തെങ്ങിൻ്റെ ആനയ്ക്ക് തിന്നാനുള്ളതൊക്കെ തിന്നതിന് ശേഷം ആന വീണ്ടും അപ്പുറത്തെ സൈഡിലേക്ക് വീണ്ടും പോകാൻ തുടങ്ങിയപ്പോൾ ആ ഭാഗത്ത് പൊട്ടിക്കിടന്ന് കറണ്ട് കമ്പിയിൽ നിന്നാണ് ആനയ്ക്ക് ഷോക്കേറ്റത്. ആ ആന കിടക്കുന്നത് ഒരു കറണ്ട് കമ്പി തന്നെയാണ്. ഇതിന് തൊട്ടിപ്പുറത്ത് നമുക്ക് കാണാം ഇഷ്ടംപോലെ തെങ്ങ്, കവുങ്ങും തോട്ടവും അതുപോലെ തന്നെ വയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഉള്ള ശ്രമത്തിലായിരുന്നു ആന. ആ ഒരു സമയത്താണ് ഇവിടെ വെച്ച് കറണ്ട് കമ്പിയിലാണ് ആന കിടക്കുന്നത്.
ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് ആനശല്യം ഉണ്ടോ ചേച്ചി? ഉണ്ടോ? എങ്ങനെയാ അപ്പോൾ എന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ? നിങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്? അവിടെ അല്ലേ? ഈ ആന ഈ രാത്രി വന്നാൽ അറിഞ്ഞായിരുന്നു നിങ്ങൾ? അറിഞ്ഞായിരുന്നോ? അവിടുന്ന് അങ്ങോട്ട് വന്നേ? ഇത് എത്ര മണിയായപ്പോഴാണ് ഇത് ചത്ത വിവരം അറിഞ്ഞേ? ആന ചത്ത വിവരം എപ്പോഴാണ് അറിഞ്ഞേ? രാവിലെ 10 മണിയായപ്പോഴാ? രാത്രി എപ്പോഴാണ് സംഭവിച്ചല്ലേ? ആന ഒടിച്ചിട്ട് ആ തെങ്ങയിൽ കുട്ടികൾ ഇരിക്കുന്ന ഒരു രംഗമായിട്ട് കാണുന്നത്. ഇത് ആരുടെ ആട്ടെ? ഈ പറമ്പ് ആരുടെയാ? ഇത് പോളട്ടുണ്ടായിരുന്നു, പുള്ളി കൊടുത്തു. ഇപ്പം ആരുടെ കയ്യിലിരിക്കുന്നത്? വേറെ ആളെടുത്ത ആണല്ലേ? ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് കാട്ടാന പ്രശ്നമുണ്ടോ? മൊത്തം പ്രശ്നം? നിങ്ങളുടെ കോളനിയൊക്കെ എവിടെയായിട്ടാണ്? നമ്മളെ കോളനി വട്ടവിൽ അങ്ങോട്ടാ ഇങ്ങനെ? അപ്പോൾ ഈ ഭാഗത്തേക്ക് ഒന്നിൽ കൂടുതൽ കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട് ഉണ്ടല്ലേ? ഈ ആന ഇറങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല, രാവിലെ അറിഞ്ഞേ? ആരാ ഇത് ആദ്യം കണ്ടേ? കണ്ട വീട്ടിലുള്ളവരുണ്ട്. ആണല്ലേ? അവർ കണ്ട് ഞങ്ങൾ പറഞ്ഞു. അവർ കണ്ടപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞല്ലേ? 10 മണിയൊക്കെ ആയപ്പോഴാ? രാത്രിയൊക്കെ അല്ലേ? എത്ര മണിയായപ്പോഴാണ് അറിഞ്ഞേ? ഞങ്ങളൊരു 10 മണിയാവാനായി. 10 മണിയായപ്പോഴാണ് ഈ സംഭവം കണ്ടല്ലേ? രാത്രിക്ക് നടന്ന സംഭവമായിരിക്കും? രാത്രി തന്നെ. രാത്രി വന്ന് പുള്ളി തെങ്ങ് മറിച്ചിട്ടു. അതെ. അപ്പോൾ ഇവിടെ ഒത്തിരി തെങ്ങും കവുങ്ങും ഒക്കെ കളയുന്നുണ്ടല്ലേ? ഒരുപാട് തെങ്ങും പിന്നെ മരങ്ങളൊക്കെ ഉണ്ട്. ആണല്ലേ? ഈ ആന തന്നെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണോ? സ്ഥിരമൊന്നും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ വേറെ കണ്ടിട്ടുണ്ടോ ഇതിന് മുന്നേ? ഞാൻ കണ്ടിട്ടുണ്ടല്ലേ? ഇത് ഇങ്ങനെ വരും പോവും. ആണല്ലേ? ഇതും പോകുമ്പോൾ അടുത്ത വരും, ഇത് പോകുമ്പോൾ അടുത്ത് വരും. അതെ, ഒത്തിരി ആനകളുണ്ടല്ലേ? ഭയങ്കര ശല്യം. ആണല്ലേ? ഇതാ കൂട്ടമായിട്ട് നടക്കുന്ന ഒരു ആനയില്ലേ? ഒരു 4 എണ്ണം ഒരുമിച്ച് അതിനകത്ത് വിട്ടാണത്? അല്ലല്ല, ഇത് പറ്റിയല്ലേ? ആ കൂട്ടാനല്ല, അത് കൂട്ട് തന്നെ അല്ലേ? ഇത് എത്ര വയസ്സ് പ്രായമുണ്ടെന്ന് പറഞ്ഞു? വയസ്സ് ഇത്ര ഒന്നും പറയാൻ പറ്റില്ല. വലിയ വയസ്സൊന്നും ഇല്ല. എന്നാലും 20 വയസ്സെന്നൊക്കെ പറഞ്ഞ് കേട്ടു. അതെ, അങ്ങനെയാ? 20 ചിലപ്പോൾ ഉണ്ടാവില്ല. എല്ലാവരും ആനയുടെ കാലിൻ്റെയും കൊമ്പിൻ്റെയും ഒക്കെ അളവെടുക്കുന്നതാണ് ഈ കാണുന്നത്. പൊട്ടിയ കറണ്ട് കമ്പിയുടെ ഒരു പോസ്റ്റ് അങ്ങ് തലയ്ക്കും, അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഇതാ ഇവിടെയാട്ടോ, ഇവിടെ കിടക്കുന്നത്. ഇത്രയും ദൂരം ഉണ്ട്. ഇതിൻ്റെ മധ്യഭാഗത്താണ് തെങ്ങ് വീണത്. തെങ്ങ് വീണപ്പോഴും ആനയ്ക്ക് ഷോക്ക് അടിച്ചില്ല. ആന തെങ്ങൊക്കെ തിന്നിട്ടുണ്ട്. അതിനുശേഷം അപ്പുറത്തെ സൈഡിലേക്ക് പോയി വീണ്ടും വയലിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഇടയ്ക്കാണ് ആനയ്ക്ക് ഷോക്ക് അടിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഇവിടുത്തെ ഹാങ്ങിങ് ഫെൻസിങ് ആണ്. ആന ചത്ത് കിടക്കുന്ന പ്രദേശം ഇതാ ആ ഒരു പ്രദേശത്താണ്. അവിടെയാണ് ഇതുണ്ടോ ലൈൻ കമ്പി പൊട്ടി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവിടെയായിട്ടാണ് ആന ചത്ത് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ ഹാങ്ങിങ് ഫെൻസിങ് കറക്റ്റാണെങ്കിൽ ഈ ആന പുറത്തേക്ക് ഇറങ്ങത്തുമില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കത്തുമില്ല. ഇതുപോലെ തെങ്ങ് മറിച്ചിട്ട് ഷോക്കടിച്ച് ചാകാനും സാധ്യതയില്ല. പക്ഷേ ഈ ഹാങ്ങിങ് ഫെൻസിങ് കൃത്യമായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെയാണെന്നാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. അല്ലാണ്ട് ആന ഇങ്ങോട്ട് ഇറങ്ങാനായിട്ടൊരു സാധ്യത കാണുന്നില്ല. നമ്മളിപ്പോൾ ആന കിടക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഇതിനപ്പുറത്തായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരു വീടുണ്ട്. ആ വീട്ടുകാരോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. ഇവർക്കാണ് ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുക ആനശല്യത്തിൻ്റെ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് വിനോദ്. ഞാനിവിടെ രാജകൃഷ്ണ ഭൂമിയിൽ താമസിക്കുകയാണ്. ലേശം പച്ചക്കറി കൃഷിയും ഇഞ്ചി, വാഴ, നെൽകൃഷിയൊക്കെ ആയിട്ട് ഇവിടെ പുള്ളിയായിട്ട് ഷെയറായിട്ട് കൃഷി ചെയ്ത് താമസിക്കുകയാണ്. ശരിക്കും ഇതിൻ്റെ ഉടമസ്ഥനാരായി? ഇതിൻ്റെ ഉടമസ്ഥൻ രാജേഷ് കുന്നമംഗലം എന്ന് പറയും. അല്ലേ? പുള്ളിയുടെ പറമ്പ് ഈ പറമ്പിൽ തന്നെയല്ലേ? നിങ്ങളുടെ പറമ്പിൽ തന്നെയല്ലേ ആന ഇപ്പം ചത്തിക്കുന്നത്? അതെ, ഈ പറമ്പിൽ തന്നെ KSB ലൈനിലേക്ക് തെങ്ങ് മറിച്ചിട്ട് ലൈനിലേക്ക് വീണ. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ആന വരും? എന്നും തന്നെ വരുന്നുണ്ട്. എന്നും ഈ ഞങ്ങളുടെ ഫെൻസിങ് ഉണ്ട്. ആ ഫെൻസിങ്ങിനകത്തേക്ക് ഒന്നെല്ലാം മരം മറിച്ചിടുക, അല്ലെങ്കിൽ പോസ്റ്റ് ചവിട്ടി മറിക്കുക. ഇതിങ്ങനെ നിരന്തര ശല്യമായി മാറിയത്. എന്നും വരുന്നുണ്ട്. ഓരോ ആനയല്ലേ വേറെ ആനകൾ ഇങ്ങനെ
വന്നുകൊണ്ടിരിക്കും. എന്നും വരുന്നുണ്ട്. ഒരു കൃഷി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അഥവാ നശിപ്പിച്ച് നമ്മൾ ഗവൺമെൻറ്റിന് ഒരു ആനുകൂല്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊട്ട് കിട്ടാറുമില്ല, ഒന്നും കിട്ടാറില്ല. ചെയ്ത് മടുത്തു. കൃഷി തന്നെ വേണ്ടെന്ന് വെക്കേണ്ട ഒരു മിക്ക ദിവസം തന്നെ. തൊട്ടപ്പുറം പുഴയാണല്ലോ കിടക്കുന്നത്. കുറുവാദ്വീപിൽ പുഴ അതിലും കയറി വരുന്നത്. ഇതിലേം വരുന്നുണ്ട്. ഇതെല്ലാം കയറി കഴിഞ്ഞാൽ വേറെ എങ്ങും പോകുന്നില്ല. ഈ ചുറ്റുവട്ടത്തോടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെള്ളമുണ്ട്, തീറ്റയുണ്ട്. പിന്നെ അത് മാത്രമല്ലാണ്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ, സന്ധ്യ ആയി കഴിഞ്ഞാൽ, ഒരു 7 മണി ആയി കഴിഞ്ഞാൽ മരം മറിച്ചിടുക, അല്ലെങ്കിൽ പോസ്റ്റ് ചവിട്ടി മറിക്കുക. എന്നിട്ട് പറമ്പിലേക്ക് ജനങ്ങളുടെ പറമ്പിലെ തീറ്റ തീറ്റ തന്നെ. വാഴയായിട്ടും പിന്നെ എന്ത് കൃഷി ചെയ്താലും ചവിട്ടിക്കളയുക, തിന്നാൻ വരുന്നൊക്കെ തിന്ന് നശിപ്പിക്കുക. തെങ്ങ് എന്തോ ഒരു തെങ്ങ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ചവിട്ടി മറിച്ച് ഓല തിന്നുക, എന്നിട്ട് അവിടെ ഇട്ട് പോവുക. നിരന്തരം എന്നുമില്ല. ഇത് നന്നാക്കലും തന്നെയാണ് എന്നും പണിയുള്ളൂ. ഒരു കൃഷി ഇഷ്ടം പോലെ പോസ്റ്റ്. ആ കിടക്കുന്ന പോസ്റ്റുകളെല്ലാം പിന്നെ മുറിച്ച് വെൽഡ് ചെയ്ത് വീണ്ടും നമ്മൾ പിന്നെ ചെയ്യുവാണ്. അത്രയും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നിലയ്ക്ക് വേറെ മറ്റേ ഫെൻസിങ് ചെയ്തിട്ടുണ്ടോ? ഈ ഫെൻസിങ് നമ്മുടെ മുതലാളി ഈ തൂക്ക് ഫെൻസിങ് നമ്മുടെ മുതലാളി ചെയ്തിരിക്കുന്നത്. ഫോറസ്റ്റ് ഇട്ടിരിക്കുന്നല്ല, ഇത് സ്വകാര്യ രാഷ്ട്രീയ ചെയ്തിരിക്കുന്ന. സ്വന്തം പൈസ മുടക്കി ചെയ്തത്? സ്വന്തം പൈസ മുടക്കി. എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഇത് 47 ഏക്കർ. നിങ്ങൾ സ്വന്തം പൈസ മുടക്കി ഫോറസ്റ്റുകാർ ചെയ്തിരിക്കുന്നതല്ല. ഫോറസ്റ്റുകാർ നമുക്ക് ഒരു സഹായമില്ല. നമ്മുടെ കൃഷി നശിപ്പിക്കാന്നല്ല. അവർ വന്നിട്ടുണ്ടെങ്കിൽ അവർ വന്ന് നോക്കി പോകാന്നല്ലാണ്ട് ഒരു ഉപകാരമില്ല. ഈ പ്രദേശത്തെ ഈ ആദിവാസികളുള്ള ആ ഭാഗത്തുള്ള ഒന്നും ഫെൻസിങ് ഇല്ല. അല്ല, അപ്പുറമുള്ള ആദിവാസികളുടെ സൈഡിലുള്ള മാത്രം പിന്നെ ഫോറസ്റ്റുകാർ. ഇത് സ്വന്തം പിന്നെ ഫെൻസിങ്ങാണ്. ആണല്ലേ? അപ്പോൾ ഈ ആന ഇറങ്ങിയ ഇവർ വിളിച്ചാലൊക്കെ വരുമോ? എവിടെ വിളിച്ചാലും ഒരു മനുഷ്യൻ വരും. ഇവർക്ക് ഏരിയ കണ്ടമാനം ഏരിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ ഫോറസ്റ്റുകാർ ആരും വരാറില്ല. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് നോക്കി പോകുന്നതല്ലാണ്ട് കുറേ അപേക്ഷ കൊടുക്കാന്നല്ലാണ്ട് നമുക്ക് വേറെ ഒരു കാര്യമില്ല. ഇന്ന് രാവിലെ എത്ര മണിയായപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞേ? രാവിലെ ഞാൻ 7 മണി ആയിട്ട് ലൈൻ എന്നും ആന വരുന്നുണ്ട്. ഈ ലൈനും നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിപ്പോണ്ട് ആനയോടെ ചത്ത് കിടക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ 7 മണിക്ക് അറിഞ്ഞു. 7 മണിക്ക് ഇറങ്ങി. എന്നിട്ട് ഫോറസ്റ്റിലെ മണികണ്ഠൻ സാറിനോട് വിളിച്ച് ഞാൻ പറഞ്ഞു. സാർ പറഞ്ഞു ഞാൻ KFC-കാരോടും പിന്നെ റേഞ്ച് ഓഫീസറോടും ഡെപ്യൂട്ടിനോടും പിന്നെ സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ പുള്ളിയാണ് വിളിച്ചത്. അന്നേരത്തേക്കും അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഫോറസ്റ്റുകാരും കാര്യങ്ങളിലെല്ലാം എത്തി. ലൈൻ എത്തി. എൻ്റെ ലൈനൊക്കെ ഓഫാക്കി. പിന്നെ ബാക്കി ആ ഒരു ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളെല്ലാം വന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ മാത്രം ഉണ്ടാകുന്നുള്ളൂ. രാത്രി ഏകദേശം എത്ര മണിയൊക്കെ ആയപ്പോഴായിരിക്കും സംഭവം? അത് നമ്മൾ അറിയത്തില്ല. ഇന്നലെ വൈകുന്നേരം നല്ല മഴയുണ്ടായിരുന്നു. പ്രായമല്ല പറഞ്ഞു. ഇന്നലെ ഫോറസ്റ്റുകാർ പറഞ്ഞ് 28-30 വയസ്സിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്നതാണ് ഫോറസ്റ്റുകാർ പറഞ്ഞത്. ഇന്നലെ പിന്നെ നല്ല മഴയായിരുന്നു. രാത്രി നല്ല മഞ്ഞ്. ഇന്നലെ പറഞ്ഞു? അല്ല, ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അല്ല, ഇന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞ് പിന്നെ 28-30 വയസ്സ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേ അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നത് AI ക്യാമറ പോലത്തെ ഒരു സംഭവം. അല്ലല്ല, അത് ഇങ്ങോട്ട് എന്തെങ്കിലും വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു ക്യാമറ വെച്ചിരിക്കുന്നു. ആന രാത്രി വന്നാലും ആന വന്നാലും നമ്മൾ പോയാലും കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ വേറെ ഫെൻസിങ് ഇത് AI ഫെൻസിങ് അല്ലേ? നമ്മുടെ ക്യാമറയിൽ അലറാം തന്നെ ഇത് വെച്ചേക്കുന്നല്ലേ? സൈറം വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും നമ്മൾ അതിന് വന്നപ്പോൾ ഇത് അടിക്കുന്ന കേട്ടേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതിന് മാത്രം പറ്റില്ല, അപ്പുറം ക്യാമറ ഉണ്ട്. അത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറയുണ്ട്. അതുപോലെ ഇതിന് ചുറ്റും ഉണ്ടല്ലേ? ഇത് എന്ത് ഫാമാ? ഇത് കോഴി ഫാം പണിതിട്ടാ. കോഴി ഫാം അല്ലേ? ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് ഒച്ച കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഇപ്പം എങ്ങനെ നമ്മളിവിടെ ഇതിലെ നടന്നാൽ ഈ ഒച്ച കേൾക്കും. ഇതിനുള്ളിൽ നമ്മുടെ സിഗ്നൽ പെട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മൾ ഇത് കിട്ടും, ഒച്ച കേൾക്കും, സൗണ്ട് കേൾക്കും. ഇത്രയും സൗണ്ടേ ഉള്ളൂ അല്ലേ? അപ്പം നിങ്ങളെ അറിയിക്കുമോ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, നമ്മൾ അറിയിക്കുന്നില്ല. നമ്മൾ ഈ സൗണ്ട് കേട്ട് നമ്മളുണ്ടെങ്കിൽ നമ്മൾ വേഗം വന്ന് നോക്കുക ആൾക്കാരാണോ. ഇതിനും സൗണ്ട് കൂട്ടി വെക്കുമോ അങ്ങനെ രാത്രി? അല്ല, ഈ സൗണ്ട് തന്നെ ഉള്ളൂ അല്ലേ? ഈ ഫെൻസിങ് ഒക്കെ ഇപ്പം നിങ്ങൾ സ്വന്തം സ്വന്തം ഇട്ടിരിക്കുന്ന ഫെൻസിങ്ങാണ്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു തിരുത്തുണ്ട്. അത് ഫോറസ്റ്റിൻ്റെ ഫെൻസിങ് അല്ല, ഇത് ഇവർ സ്വന്തമായിട്ട് ചെയ്തിരിക്കുന്ന ഫെൻസിങ്ങാണ്. ഇതാ ഇവിടെ ഒരു AI സെറ്റപ്പ് വരെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം മാർഗങ്ങളാണ് കർഷകർ കൃഷിയൊന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്, നമ്മളിപ്പോൾ കണ്ട ആ ഒരു AI ക്യാമറകൾ ഇതിന് ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഒരു ക്യാമറയിൽ പല ദിവസങ്ങളായിട്ട് ആന പതിയാറുണ്ട്. എല്ലാ ദിവസവും ആന വരുന്നൊരു പ്രദേശമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഏതായാലും കഴിഞ്ഞ ദിവസം വന്ന ആനയുടെ ദൃശ്യങ്ങൾ നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഈ AI ക്യാമറയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ദൃശ്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഇതുപോലെ ദിവസം എന്ന് പറയുന്ന പോലെ ആനശല്യം
നേരിടുന്ന ഒരു പ്രദേശമാണ് ദാസനക്കര. മാത്രമല്ല ഒത്തിരി പ്രദേശങ്ങളുണ്ട്, അതിലൊരു പ്രദേശമാണ് ഈ ഒരു പ്രദേശം. അപ്പോൾ ഏതായാലും ഇവിടെ ഇത്തരത്തിൽ വളരെ പ്രശ്നക്കാരനായിട്ട് ദിവസവും ജനങ്ങളുടെ സ്വൈര്യം കെടുത്തിക്കൊണ്ടിരുന്ന ഒരാന ചത്തിരിക്കുകയാണ്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർക്ക് അവർ പറയുമ്പോഴാണെങ്കിലും അവർക്കൊരു ചെറിയൊരു ആശ്വാസമാണ് അവർ പറയുന്നത്. കാരണം ഇതിൻ്റെ ശല്യം ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. പക്ഷേ അപ്പോൾ ആന തന്നെ സ്വയം ഷോക്കടിച്ച് ചത്തിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു നാടായി മാറിയിരിക്കുകയാണ് വയനാട് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ട് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളർത്തുമൃഗങ്ങളെയൊക്കെ കടുവ, പുലി, മറ്റ് കുറുക്കൻ പോലെയുള്ള ജീവികളൊക്കെ കൊണ്ടുപോകുന്നു. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആന, കാട്ടുപോത്ത്, പന്നി, മാന്, മ്ലാവ്, മറ്റ് ജീവികളെല്ലാം കൊണ്ടുപോകുന്നു. പോരാത്തിന് പെരയ്ക്കകത്ത് പാമ്പ്, പെരുമ്പാമ്പ്, രാജവെമ്പാല, ഇങ്ങനെ എല്ലാ തരത്തിലും എല്ലാ സൈസ് വന്യമൃഗങ്ങളും വയനാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഏകദേശം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഈ ചാനൽ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാം. എല്ലാ ദിവസവും ഇതുപോലത്തെ ഓരോ വിഷയങ്ങളുണ്ടായിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും വിഷയം ഒന്ന് മാറ്റി പിടിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് സമയം കിട്ടാറില്ല. എല്ലാ ദിവസവും ഇതുപോലത്തെ ഓരോ ടോപ്പിക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണിക്കാനുള്ളത്. ഇത്രയ്ക്കാണ് ആ ഒരു രംഗങ്ങളുള്ളത്. ഇനി ആനയുടെ പോസ്റ്റ്മോർട്ടം മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. വെറ്റിനറി ഡോക്ടർ സ്ഥലത്ത് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അത് എത്തിക്കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ആനയുടെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടത്തി ആനേനെ മറവ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു നല്ല എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.